പാകിസ്ഥാനും സൗദിയും പരസ്പരം കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ആക്രമണമുണ്ടായാൽ സൗദി അറേബ്യ പാകിസ്ഥാനൊപ്പം നിൽക്കുമോ? ഇന്ത്യ ആക്രമിക്കാൻ സൗദി തയ്യാറാകുമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനോ സൗദിയോ മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെട്ടാൽ ആ നീക്കം ഇരു രാജ്യങ്ങൾക്കുമെതിരായ യുദ്ധമായി കണക്കാക്കപ്പെടുമെന്ന കരാറിലെ വ്യവസ്ഥയാണ് നിലവിൽ ആശങ്കകൾക്ക് വഴിവെച്ചു തുടങ്ങിയത്. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു സഹകരണം വേണമെന്നത് പാകിസ്ഥാന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണയുണ്ടെങ്കിലും അതുമാത്രം പോരാ എന്ന പാകിസ്ഥാന്റെ ബോധ്യമാണ് സൗദിയുമായുള്ള പ്രതിരോധ കരാർ. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ മേൽക്കൈ നേടുന്ന നിലവിലെ പശ്ചാത്തലം കൃത്യമായി മുതലാക്കി കൂടിയാണ് പാകിസ്ഥാൻ സൗദിയെ ഇത്തരമൊരു കരാറിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പോലെ സൗദിയിൽ നിന്നും സഹകരണം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സൗദിക്ക് ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദം നയതന്ത്ര ബന്ധവും മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ. 2024-25 വർഷത്തിൽ $4188 കോടി ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത്. പാകിസ്ഥാന് സൗദിയുമായുള്ള വ്യാപാരം ഇതിനേക്കാൾ എത്രയോ കുറവാണ്. സൗദിയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. വ്യാപാര ബന്ധത്തിന് പുറമെ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. സൗദിയിലെ പല മേഖലകളിലും ഇന്ത്യക്കാരുടെ സേവനം വിലമതിക്കാനാകാത്തതാണ്. അങ്ങനെയിരിക്കെ ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ അകറ്റി ദരിദ്ര രാജ്യമായ പാകിസ്ഥാനുമായി അടുപ്പം കൂട്ടാൻ സൗദിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. ഇന്ത്യ സൗദി ബന്ധം മോശമാകാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചാൽ പോലും അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല. എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പിന്തുണച്ച രാജ്യമാണ് സൗദി. പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചിരുന്നതുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ വേളയിലും സൗദി മൗനം പാലിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാം ഭീകരാക്രമണത്തെയും സൗദി അപലപിച്ചിരുന്നു. അതായത് ഇന്ത്യയെ പിണക്കാൻ ഒരു കാലത്തും സൗദി ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള സൗദി പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സഹായം തേടുന്ന ചൈനയുമായി പോലും ഇത്തരമൊരു കരാർ പാകിസ്ഥാനില്ല. ഇതും കരാറിനെ ഇന്ത്യ ഗൗരവത്തോടെ കാണാൻ കാരണമായി. കരാർ മേഖലയുടെ സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പഠിക്കുമെന്നായിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം വന്നത്. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സൗദി പാകിസ്ഥാൻ പ്രതിരോധ കരാർ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വീഴ്ചയാണെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ വന്നത്. ഇതാദ്യമായല്ല സൗദിയും പാകിസ്ഥാനും തമ്മിൽ പങ്കാളിത്തം ഉണ്ടാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദ ഉടമ്പടിയുണ്ട്. 1967 മുതൽ സൗദിയിലെ ഒരു വിഭാഗം കമാൻഡോകളെ പരിശീലിപ്പിക്കുന്നതും സാങ്കേതിക ഉപദേശം നൽകുന്നതും പാക് സൈന്യമാണ്. അത്തരത്തിൽ അവർ തമ്മിൽ ഒരു സഹകരണം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം സൗദിക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം ഇറാന്റെ ഭീഷണിയും അവർക്ക് തലവേദനയാണ്. ഈ ഭീഷണികൾ നിലനിൽക്കെ ആണവശക്തിയായ ഒരു രാജ്യവുമായുള്ള സഹകരണം സൗദിക്ക് അത്യാവശ്യമായിരുന്നു. പാകിസ്ഥാനുമായുള്ള കരാറിലൂടെ ആ ലക്ഷ്യം സൗദി കൈവരിച്ചു. പാക് ആണവായുധങ്ങൾ കരാറിന്റെ ഭാഗമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസീസ് ഒരു TV അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പാകിസ്ഥാൻ ആണവായുധ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയത് സൗദിയാണെന്ന പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്നത് കൂടിയാണ് ഇരുവരുടെയും പുതിയ ബന്ധം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.